ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ഒരു ചെറിയ കുട്ടിക്കുള്ള ജുബ്ബ, അതായത് നമ്മൾ കുർത്ത എന്നൊക്കെ പറയില്ലേ, അതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ തുണി ഒരു 2 വയസ്സുള്ള കുട്ടിയുടെയാണ് ഉണ്ടായത്. എനിക്ക് 2 വയസ്സിനും 4 വയസ്സിനും ഉള്ള കുട്ടിയുടെയാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 2 വയസ്സിൻ്റെ കുട്ടിയുടെ ഞാൻ കാണിക്കുന്നത്. വയസ്സുള്ള കുട്ടിക്ക് ഞാൻ ഇത്രയാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ഇട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് ഒറിജിനൽ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത് തുണിയെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം. അതായത് ഒരു പീസാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. അപ്പോൾ 2 പീസ് വേണമല്ലോ നമുക്ക്, 2 വശത്തേക്കും, മുൻവശവും ബാക്ക് വശവും. അപ്പോൾ ഇതാ 4 പീസ്, 2 പീസ് 4 വശമായിട്ട് കിട്ടും. അപ്പോൾ ഈ 2 പീസ് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് അതിന് ആദ്യം തന്നെ ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ലെങ്ത്ത് ഇതിന് ഞാൻ 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 17 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ തയ്ച്ച് ഇവിടെ 1 ഇഞ്ച് പോകും, ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കും. അങ്ങനെ പോയിട്ട് ബാക്കി നമുക്ക് 1.5 ഇഞ്ച് ഇതിൽ നിന്നും കുറയും. ബാക്കി 15.5 ഇഞ്ച് നമുക്ക് ലെങ്ത് കിട്ടും. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കുക. പിന്നെ ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ ഇത്രയും 4 ഇഞ്ച്, അതായത് ടോട്ടൽ 8 ഇഞ്ചാണ് കുട്ടിയുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ ഇത് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് കഴുത്ത് അധികം ഇറങ്ങില്ലല്ലോ നമ്മൾ ജുബ്ബയൊക്കെ തയ്ക്കുമ്പോൾ. അപ്പോൾ അതാണ് ഫുൾ ഷോൾഡർ എടുത്തു. അത് തന്നെയാണ് ഞാൻ കൈക്കുഴിയും കൊടുത്തിരിക്കുന്നത്, 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ഇങ്ങനെ ബോക്സ് ആക്കി വരും. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാനിങ്ങനെ അടയാളപ്പെടുത്താതിരുന്നത്. അപ്പോൾ അതാ 4 ഇഞ്ച് തന്നെ എടുത്തു. പിന്നെ നമുക്ക് വണ്ണം എടുക്കണം. വണ്ണം എത്രയാണോ കുട്ടിക്കുള്ളത് അതിനോട് 4 ഇഞ്ച് ലൂസ് കൂട്ടി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 6.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 6.25 ഇഞ്ച് വേണ്ട, ഇത് ഇത്തിരി വണ്ണമുള്ള കുട്ടിയാണേ, അതുകൊണ്ടാണ് ഞാൻ 6.25 ഇഞ്ച് എടുത്തത്. അപ്പോൾ ഒരു 22 ഇഞ്ചൊക്കെ മതിയാകും. 2 വയസ്സിന് 22 മതിയാകും. അപ്പോൾ ഒരു 20 എന്ന് പറയുമ്പോൾ 5 വരും. 22, അതായത് 5.5 ഇഞ്ച് മതിയാകും കേട്ടോ. ഇതിപ്പോൾ വണ്ണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അല്പം കൂട്ടിയെടുത്തത്. ഇനി അത് അവിടെ നിന്നും കുറച്ച് താഴ്ത്തിയിട്ട് ഒരു 5 ഇഞ്ച് താഴെയായിട്ട് ഞാൻ ഇതുപോലെ വണ്ണം 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് 5 ഇഞ്ച് കൊടുത്താൽ മതി. വണ്ണം നോക്കിയിട്ട് അതിനോട് 4 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ. ഇനി അതും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 6 ഇഞ്ച് തന്നെ ഇത്ര വണ്ണം എടുത്തിട്ട് നമ്മൾ ഇടിച്ചു നോക്കുക തയ്ച്ചു കഴിയുമ്പോൾ. എന്നിട്ട് വണ്ണം കൂടുതൽ ലൂസ് തോന്നുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇനി ഞാൻ ഈ ലെങ്ത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ നിന്നും മുകളിലേക്ക് നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ച് മുകളിലായിട്ട് സ്ലിറ്റിനുള്ളത് മാർക്ക് ചെയ്തിട്ട് അവിടേക്കാണ് നമ്മുടെ ഹിപ്പ് വണ്ണം കൊടുക്കണത്. ഇതിപ്പോൾ ഞാൻ 6.5 കൊടുത്തു. അപ്പോൾ നിങ്ങൾ 6 ഇഞ്ച് കൊടുത്താൽ മതി. 5.5 ഇവിടെ, 5 ഇഞ്ച് ഇവിടെ, 6, 5.5 തന്നെ ഇവിടെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 6 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് തന്നെ മറ്റേ ഈ പീസിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്ലീവ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്. അപ്പോൾ താഴെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്, ഇതാ കണ്ട. അപ്പോൾ അത് എത്രയാണെന്ന് പറഞ്ഞു തരാം. ഇത് ഈ കുട്ടിക്ക് 11 ഇഞ്ച് 11.5 ഇഞ്ചാണ് വേണ്ടത്. കണ്ട, 11.5 ഇഞ്ച് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ 1/2 ഇഞ്ച് കൊടുത്തു. അപ്പോൾ എത്രയായി? 12 ഇഞ്ചായില്ലേ. ഇനി ഇവിടെ എനിക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണമായിരുന്നു. അപ്പോൾ ടോട്ടൽ ഞാൻ 13 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിരുന്നത്. അത് ഇവിടെ മടക്കി അടിച്ചു, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു, ആ നീളം. ഇനി ആ നീളം തന്നെ കുറച്ച് താഴോട്ട് ഇറക്കിയിട്ട് ഈ 13 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. എനിക്കിപ്പോൾ ഇവിടെ 12 ആണല്ലോ, ഇതാ. അപ്പോൾ എന്നിട്ട് ഈ 2 ഇഞ്ച് കണ്ടോ, ഈ 2 ഇഞ്ചിൽ നിന്നും ഒരു ക്യാപ്പ് അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്ന് വെച്ച്, അതായത് 2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് കണ്ട. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഈ അളവിലേക്ക് മുട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഇങ്ങോട്ടേക്കും മുട്ടിച്ചു കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ, കൈക്കുഴി. അപ്പം നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട്, ഇതിപ്പോൾ ഇവിടെ ഇത് പോകും, അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തു. നമുക്ക് അളവ് അവർ കറക്റ്റായിട്ട് തന്നില്ല, ഒരുവിധം മെഷർമെൻ്റാണ് നമുക്ക് തന്നിരുന്നത്. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആ മുൻവശം ഒന്ന് ഒരു അല്പം കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, അപ്പം ഞാൻ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു ലൈനിങ്ങോടുകൂടി.
ഇനി ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തണ്ടേ. അപ്പോൾ നെക്കിന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കണ്ട. ഇവിടെ നിന്നും 1 ഇഞ്ച് ഞാൻ താഴേക്ക് അടയാളപ്പെടുത്തി. ഇതിന് ഒരു 2 ഇഞ്ച് കൊടുത്തു. ഇവിടെ നിന്നും നമുക്ക് ഇതുപോലൊന്ന് ഷേപ്പ് കൊടുക്കാം. കണ്ടോ? പിന്നെ ഇതിന് നമുക്ക് ഞാൻ കോളറല്ല കൊടുക്കണത്, സാധാ നെക്കാണ് കൊടുക്കണത്. അപ്പോൾ ഇത്തിരി ഇറങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ജുബ്ബാന്നൊക്കെ പറയുമ്പോൾ കഴുത്ത് ഇത്തിരി കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട് ഭാഗം ഓപ്പൺ കൊടുക്കാനുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടി ഇറക്കുകയും വേണം. 3.5 ഇഞ്ച് കൊടുത്തു. ഈ 3.5 ഇഞ്ചിൽ ഇവിടെ നിന്ന് 2 ഇഞ്ച്, ഇവിടെ നിന്നും 2 ഇഞ്ച്. അപ്പോൾ ദാ ഇതുപോലൊന്ന് ബോക്സ് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്യുക. റൗണ്ട് നെക്കാണ് കേട്ടോ. അതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ ഓപ്പൺ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ കൊടുക്കുമ്പോൾ എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും കൊടുക്കുക. എന്നിട്ട് ബട്ടൺ വെച്ചാണ് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ഇഞ്ചിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ? ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് 4 വയസ്സിൻ്റെയും കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതും ഇതുപോലെ ലൈനിങ്ങും മെറ്റീരിയൽ മെയിനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഓപ്പൺ ശരിയാക്കി കൊടുക്കണം, പ്ലാക്കറ്റ് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണേന്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇതിങ്ങനെ ഉൾവശം എടുക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാട്ടോ. എന്നിട്ട് ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കണ്ട? ഇനി ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നേരെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ അളവ് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൽ നമ്മൾ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ചെറുത്, റൈറ്റ് സൈഡിൽ ഇത്തിരി വലുത്, അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് ചെരിച്ച് കട്ട് ചെയ്യണം. കണ്ടോ? ഇവിടെയും ചെരിച്ച് കട്ട് ചെയ്യണം. കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ പീസ് ഉണ്ടല്ലോ അല്പം ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഉള്ളിലേക്ക് വരുത്തുക. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കണം. കണ്ടോ? ഇത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പം അത് ഉള്ളിലേക്ക് വെച്ചു. അതായത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണമായിരുന്നല്ലോ, അത് ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും
ഇപ്പൊ ചെയ്തതുപോലെ അരയിഞ്ച് മടക്കി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ അതെടുത്ത് നീക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒപ്പം വെച്ച് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തണേ. ഇതിൽ കൊള്ളരുത്, ഈ പീസിൽ കൊള്ളാതെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് തുണി ഇതുപോലെ തിരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഈ സൂചി കുത്തി നിർത്തിയില്ലേ, അതിനെ മുകളിലേക്ക് പൊക്കി, സൂചി മുകളിലേക്ക് പൊക്കിയെടുത്തു കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒപ്പം വെച്ചു കൊടുക്കണം. കാണാൻ പറ്റില്ലേ? ഇതാ ഇതുപോലെ നമ്മുടെ നെക്ക് എങ്ങനെയാണോ, ഇത് ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ വരും, നെക്ക് ഒരേപോലെ വരുന്ന വിധത്തിൽ ഇത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ല റൗണ്ടായില്ലേ. അപ്പം ഇതുപോലെ വെച്ച് ഇത് മുകളിൽ ഇതുപോലെ വെച്ച് കണ്ട. ഇനി നമുക്കിവിടെ ഒരു പിന്ന് ഇതുപോലൊന്ന് തെന്നി പോകാതിരിക്കാൻ വെച്ച് കൊടുക്കാം. കണ്ടോ. ഇനി ഇവിടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരിക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാം. നമ്മളിവിടെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് നമുക്ക് എത്ര ഇഞ്ചിലാണോ ഇറക്കം വരുത്തേണ്ടത് അത്രയത്തിൽ ഇവിടെ കട്ട് ചെയ്തു കണ്ടോ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എനിക്ക് നമ്മൾ 4 ഇഞ്ചിലല്ലേ അടയാളപ്പെടുത്തിയിരുന്നത്, അപ്പം അത് ഇപ്പോൾ 5.5 ഇഞ്ച് വരെ വന്നിട്ടുണ്ട്. 5.5 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ മടക്കി ഇതുപോലെ വെച്ച തുണിയെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കുക, ഒരു കോണിച്ച്. അതുപോലെ ഇങ്ങോട്ടേക്കും ഒന്ന് കോണിച്ച് മടക്കുക കണ്ടോ. അപ്പോൾ ഒരു മുന പോലെ വന്നില്ലേ, ഈ മുന പോലെ വന്നത് ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഈ മുന, ഈ സെൻറ്റർ പോർഷൻ, നമ്മുടെ ഈ സെൻറ്ററിലെ ഈ തുണിയുടെ സെൻറ്റർ, അതിൽ ഇതുപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക കണ്ട. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ നൂലപ്പം ഇവിടെ ലൂസായി കിടക്കുകയല്ലേ, അതിങ്ങനെ മുകളിലേക്ക് നൂല് മാത്രം പിടിച്ച് ഈ മുകളിൽ നിന്നും ഒന്ന് വലിച്ച് പൊക്കി വയ്ക്കുക. എന്നിട്ട് ഇതിനെ സാധാ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ വരുത്തുക. നൂല് കറക്റ്റായി ഒന്ന് നോക്കുക. പ്രസ്സർ ഫൂട്ടർ ഇങ്ങോട്ട് വയ്ക്കുക. ഇവിടെ നിന്ന് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ആണ്, സ്പീഡിലൊന്നും ചെയ്യരുത്, പതുക്കെ പതുക്കെ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക. ആ മൂല വരുമ്പോൾ കറക്റ്റിന് അവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നില്ലേ, ഇവിടെയായിരുന്നേ. അപ്പം ഈ ലെവലിൽ വന്ന് നിൽക്കണം കണ്ടോ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് തിരിക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് അടിച്ചു വരിക. അപ്പം നമ്മളുടെ അടിയിലുള്ള ഈ പീസില്ലേ, അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരും. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. പ്ലാക്കറ്റ് റെഡിയായി. വളരെ ഈസിയാണേ. അത് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെറിയ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ നൈറ്റിയുടെ ബാലൻസോ അല്ലെങ്കിൽ ഇനി പഴയ നൈറ്റി ആണെങ്കിൽ അതിൽ ഒക്കെ ഇതുപോലൊന്ന് ചെയ്ത് പഠിക്കുക, അറിയാൻ പാടില്ലെങ്കിൽ. എന്നിട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റായി കിട്ടി. ഇനി നമുക്കിത് കറക്റ്റ് ഞങ്ങൾ കട്ട് ചെയ്യണം. കണ്ടോ, നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതുപോലെ ചെയ്യും. ഇങ്ങനെ ഈ പ്ലാക്കറ്റ് ചെയ്യാൻ പല വഴികളുണ്ട് കേട്ടോ, എളുപ്പ വഴികൾ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസില്ലേ, അതിൻ്റെ ഷോൾഡർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്കിൻ്റെ ഫുള്ള് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാം. അപ്പോൾ അതിനായിട്ട് ക്രോസ് പീസ് എടുക്കണം കേട്ടോ. ഇതുപോലൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം, ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തു.
എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു വരിക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി, അതിനുശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു. അതായത് തയ്യലിലേക്ക് എത്താത്ത വിധത്തിലാണ് മടക്കി വയ്ക്കുന്നത്, അല്ലെങ്കിൽ തയ്യൽ തുമ്പ് കാണും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു, കണ്ടോ? ഇനി ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യും. അപ്പം ഇത് തയ്യൽ തുമ്പ് പുറത്തേക്ക് വരരുത് കേട്ടോ. തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ ഇതുപോലെ ചെയ്യാം. ക്രോസ് പീസ് 1 ഇഞ്ച് വീതിയിൽ എടുത്താലും മതി. ഈ അറ്റത്ത് വരുമ്പോൾ ഈ തുണി ഇതുപോലെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മടക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതുള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് അടിച്ചു വരിക. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പം ഇത് ഇതുപോലെ ഫ്രണ്ട് ഭാഗം എടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴി കറക്റ്റാക്കി വെക്കുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരല്പം സ്ലീവ് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒരല്പം ഒന്നങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിലധികം ഉണ്ടാവില്ല, എന്നാലും ചെറിയ കുട്ടിയല്ലേ, അപ്പം ഈ രണ്ട് ഭാഗത്തും ഒരുപോലെ ചെയ്യണേ. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് രണ്ട് വശം ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി ഇത് സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ വണ്ണം അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്നും വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തണേ. എന്നിട്ട് നമ്മുടെ ഈ പോയിന്റില്ലേ അതിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പം ഇവിടെ നമ്മൾ ഒപ്പം വയ്ക്കുക, ഇവിടെ വരെ. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തണം. നമ്മളിവിടെ കെട്ടിട്ട് നിർത്തി അത് തന്നെ അപ്പുറത്തും ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ സ്ലിറ്റ് ഇങ്ങനെ താഴ്ഭാഗം എടുക്കുക, അത് ഇതുപോലെ ഒന്ന് മടക്കുക, കണ്ടോ? എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കി. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റ് വന്നാണ്ട ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അടിച്ചു വരണം. കണ്ട, അതിനെല്ലാം അരയിഞ്ച് മുകളിൽ വന്നപ്പോൾ സൂചി നിർത്തി. ഇനി ഞാനിത് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇത് നേരത്തെ മടക്കിയതുപോലെ അരയിഞ്ച് ഉള്ളിലേക്കും പിന്നെ ഉള്ളിലേക്ക്. ഇനി ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് അടിച്ചു വരിക. എന്നിട്ട് ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിക്കണം, കണ്ടോ? എന്നിട്ട് ഇത് ഒന്നുകൂടി നമുക്ക് അതുപോലെ തന്നെ പിടിക്കണം. എന്നിട്ട് നേരെ താഴേക്ക് അടിക്കും. സ്ലിറ്റ് റെഡിയായി. ഇനി ഇത് നമ്മൾ അടിഭാഗം മടക്കി അടിക്കാം. നമ്മളിതിൻ്റെ അടി ഇതുപോലെ മടക്കി അടിച്ചെടുത്തു. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടി മടക്കി എടുത്തു, അതുപോലെ ബട്ടൺ വെച്ചു. സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേ വേറൊരെണ്ണം ഉണ്ട്, 4 വയസ്സിൻ്റെ കുട്ടിയുടെയും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് കണ്ടോ? സ്ലീവ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.